ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്നതിന് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിന് കൂടുതൽ അനുമതി. സ്റ്റാർലിങ്കിന്റെ ഉദ്യോഗസ്ഥർ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സർക്കാർ അനുമതി നൽകിയത്. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതായി റിപ്പോർട്ട്. ഇന്ത്യ മുന്നോട്ട് വെച്ച 29 സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാമെന്ന ഉറപ്പിലാണ് അനുമതിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗ്ലോബൽ മൊബൈൽ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ബൈ സാറ്റലൈറ്റ് ബിസാറ്റ് ISP ലൈസൻസുകൾക്കുള്ള ലെറ്റർ ഓഫ് ഇന്റർനെറ്റാണ് സ്റ്റാർലിങ്കിന് ലഭിച്ചത്. ടെലികോം വകുപ്പിൽ നിന്നുള്ള ഭാഗിക അനുമതി ലഭിച്ചതോടെ സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സേവനങ്ങൾ നൽകാനാവും. ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് സേവനം ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് വാർത്താവിനിമയ സഹമന്ത്രി ചന്ദ്രശേഖർ പെമ്മാസനി വ്യക്തമാക്കിയിരുന്നു. ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനദാതാക്കൾക്കുള്ള സുരക്ഷാ നിയന്ത്രണങ്ങൾ സർക്കാർ കടുപ്പിച്ചതിന് പിന്നാലെയാണ് സ്റ്റാർലിങ്കിന് ടെലികോം വകുപ്പിൽ നിന്ന് ഭാഗിക അനുമതി ലഭിച്ചിരിക്കുന്നത്. നേരത്തെ വൺവെബ്, ജിയോ, SCS സംയുക്ത സംരംഭം, യൂട്ടൽസാറ്റ് എന്നിവർക്ക് ഈ അനുമതി ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് ഉപഗ്രഹ ശൃംഖല സ്വന്തമായുള്ള കമ്പനിയാണ് സ്റ്റാർലിങ്ക്. 6750 ഉപഗ്രഹങ്ങളാണ് കമ്പനിക്കുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ടെസ്ലയുടെ ഇന്ത്യൻ മേധാവി പ്രശാന്ത് മേനോൻ സ്ഥാനമൊഴിഞ്ഞു. ഇന്ത്യൻ വിപണികളിലേക്ക് പ്രവേശിക്കാനുള്ള ടെസ്ലയുടെ തയ്യാറെടുപ്പിനിടെയാണ് നടപടി. എലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള കമ്പനിയിൽ ഏകദേശം 9 വർഷത്തെ പരിചയസമ്പത്തുള്ള പ്രശാന്ത് മേനോൻ 4 വർഷത്തിലേറെയായി ടെസ്ല ഇന്ത്യ മോട്ടോഴ്സ് ആൻഡ് എനർജി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചെയർമാനായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. 2021 പൂനെ ഓഫീസ്, മുംബൈയിലും ഡൽഹിയിലും ടെസ്ലയുടെ ആദ്യ ഷോറൂമുകൾ എന്നിവ പ്രവർത്തനക്ഷമമാക്കാൻ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. അതേസമയം വ്യക്തിപരമായ കാരണങ്ങളാലാണ് മേനോൻ കമ്പനി വിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ ഇനി ചൈന ആസ്ഥാനമായുള്ള ടീമിന്റെ നിയന്ത്രണത്തിലായിരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യെസ് ബാങ്കിന്റെ 51% ഓഹരികൾ ജപ്പാൻ കമ്പനി ഏറ്റെടുക്കും. കൈമാറ്റത്തിന് RBI അനുമതി ലഭിച്ചു. പ്രമുഖ സ്വകാര്യ ബാങ്കായ യെസ് ബാങ്കിനെ ജപ്പാനിലെ സുമിട്ടോ മിത്സൂയി ബാങ്കിംഗ് കോർപ്പറേഷൻ ഏറ്റെടുക്കും. ഇതിനായി റിസർവ് ബാങ്കിന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞു. ബാങ്കിലെ 51% ഓഹരികൾ വാങ്ങുന്നതിനുള്ള ചർച്ചകളാണ് ഇരു സ്ഥാപനങ്ങളും ആരംഭിച്ചത്. യെസ് ബാങ്കിൽ 24% ഓഹരി പങ്കാളിത്തമുള്ള SBI മുൻകൈയെടുത്താണ് ചർച്ചകൾ തുടങ്ങിയത്. HDFC ബാങ്ക്, ICICI ബാങ്ക്, കൊട്ടക് മഹേന്ദ്ര ബാങ്ക്, ആക്സിസ് ബാങ്ക്, LIC എന്നീ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് സംയുക്തമായി 11.34% ഓഹരികളും യെസ് ബാങ്കിലുണ്ട്. എന്നാൽ ചർച്ചകൾ പ്രാഥമിക ഘട്ടത്തിലാണെന്നും സാധാരണ നടപടിക്രമം മാത്രമാണിതെന്നും യെസ് ബാങ്ക് പത്രക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ വാഹന വിൽപ്പനയിൽ വർധനവ്. 3% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തെ വാഹന വിൽപ്പനയിൽ 3% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തെ അപേക്ഷിച്ചാണ് 3% വർധനവ്. ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ പുറത്തിറക്കിയ പ്രതിമാസ റിപ്പോർട്ട് പ്രകാരം വാണിജ്യ വാഹനങ്ങൾ ഒഴികെയുള്ള മറ്റു വാഹനങ്ങൾക്കെല്ലാം വിൽപ്പനയിൽ ഉണർവ് പ്രകടിപ്പിച്ചു. കഴിഞ്ഞ മാസം 22,87,952 വാഹനങ്ങളാണ് ഇന്ത്യയിൽ വിറ്റഴിഞ്ഞത്. 2024 ഏപ്രിലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മുച്ചക്ര വാഹന വിഭാഗത്തിൽ ഏകദേശം 25% വളർച്ചയുണ്ടായി. ട്രാക്ടർ വിഭാഗത്തിൽ 7.5% വിൽപ്പന ഉയർന്നിട്ടുണ്ട്. വാണിജ്യ വാഹന വിൽപ്പനയിൽ മൊത്തത്തിൽ 1% ഇടിവുണ്ടായെങ്കിലും സ്കൂൾ യാത്രാ ബസ്സുകളുടെ വിൽപ്പന ഉയർന്നിട്ടുണ്ട്. സ്വകാര്യ കാർ വിൽപ്പനയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 1.55% വർധനവുണ്ടായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 200 ജീവനക്കാരെ പിരിച്ചുവിട്ട് ഗൂഗിൾ. കാരണം വർദ്ധിച്ചുവരുന്ന AI ഉപയോഗമെന്ന് റിപ്പോർട്ട്. ഗൂഗിൾ ആഗോളതലത്തിൽ 200 ജീവനക്കാരെ പിരിച്ചുവിട്ടതായി റിപ്പോർട്ട്. കമ്പനി AI വികസനത്തിലേക്കും ഡാറ്റാ സെന്ററുകളിലേക്കും നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ മറ്റ് മേഖലകളിലെ നിക്ഷേപങ്ങൾ കുറച്ചുകൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് പിരിച്ചുവിടൽ. ടെക് വ്യവസായത്തിലെ തന്നെ ഒരു വലിയ പ്രവണതയുടെ ഭാഗമാണിത്. നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യകൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും മുൻഗണന നൽകുക എന്നതാണ് അടിസ്ഥാനപരമായി കമ്പനികളുടെ ലക്ഷ്യം. ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം 2024 ഡിസംബർ 31 വരെ ഗൂഗിളിലെ ജീവനക്കാരുടെ എണ്ണം 1,83,323 ആണ്. 2023 ജനുവരിയിൽ ഗൂഗിളിന്റെ മാതൃസ്ഥാപനമായ ആൽഫാബെറ്റ് 12,000 ജീവനക്കാരെയാണ് പിരിച്ചുവിടാൻ തീരുമാനിച്ചത്. ആഗോളതലത്തിലുള്ള ഗൂഗിളിന്റെ ജീവനക്കാരുടെ ഏകദേശം 6% വരും ഇത്. ആൻഡ്രോയിഡ്, പിക്സൽ സ്മാർട്ട് ഫോണുകൾ, ക്രോം ബ്രൗസർ എന്നിവയിൽ പ്രവർത്തിക്കുന്ന ടീമുകൾ ഉൾപ്പെടുന്ന പ്ലാറ്റ്ഫോംസ് ആൻഡ് ഡിവൈസസ് വിഭാഗത്തിലെ 100 കണക്കിന് ജീവനക്കാരെ ഗൂഗിൾ അടുത്തിടെ പിരിച്ചുവിട്ടിരുന്നു. ചെലവ് ചുരുക്കൽ നടപടികളും AI-യുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനവുമാണ് ഈ പിരിച്ചുവിടലുകൾക്ക് കാരണമെന്ന് ഗൂഗിൾ CEO സുന്ദർ പിച്ചെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.